ഹലോ ഏവർക്കും മാർഷൻ സതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക വീട്ടിൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളാകെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു മ്യാൻമറിൽ തായ്ലൻഡിലൊക്കെ ഉണ്ടായ ഭൂകമ്പം. അപ്പോൾ ആ ഭൂകമ്പം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം അത് നമ്മുടെ സമീപ ദിവസങ്ങളിൽ നമുക്ക് വരുത്താൻ പോകുന്ന എന്തൊക്കെ ദോഷങ്ങളുണ്ടെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലേക്ക് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ നിമിഷം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാനും എൻ്റെ മറ്റുള്ള വീഡിയോകൾ കാണാനും വീഡിയോകൾക്ക് കമൻറ്റ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമുക്ക് ആദ്യമായിട്ട് നോക്കേണ്ടത് മ്യാൻമറിലും തായ്ലൻഡിലും എന്താണ് സംഭവിച്ചതെന്നാണ്. തുടർന്ന് നമുക്ക് നോക്കേണ്ടത് വരുന്ന ദിവസങ്ങളിൽ കേരളത്തിന് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇന്ത്യക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ സമീപ ദിവസങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലെവിത്താൻ എന്ന് പറഞ്ഞ ആ ഒരു ജീവി വരുന്നു എന്നും അങ്ങനെ ലോകാവസാനം ഉണ്ടാകാൻ പോകുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് തീർച്ചയായിട്ടും ഐ ബട്ടണിലൊക്കെ ഇങ്ങനെ മെയിലിട്ടേക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കയറി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അതുമായിട്ടൊക്കെ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. മ്യാൻമറിലും തായ്ലൻഡിലും നമ്മളിന്ന് ഭൂചലനം ഉണ്ടാകുന്നതിന് വലിയ വിഷ്വലുകൾ കാണുകയുണ്ടായി. കാരണം വലിയ വലിയ ബിൽഡിങ്ങുകൾ നല്ല വൃത്തിക്ക് ആടുന്നത്, അതായത് റിക്ടർ സ്കെയിലിൽ 7.7 എന്നുള്ള രീതിയിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങളാണ് ഉണ്ടായത്. ഭൂകമ്പങ്ങൾ മാത്രമല്ല തുടർ ചലനങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശരിക്കും നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നൊരു വാർത്തയായിരുന്നു ശരിക്കും ആ ഒരു ഇതെന്ന് പറയുന്നത്. ബിൽഡിങ്ങുകൾ ആടി ഒലയുന്നു, ബിൽഡിങ്ങുകളെ തമ്മിൽ ബന്ധിച്ചിരിക്കുന്ന പാലങ്ങൾ വിണ്ടുപോകുന്നു, വലിയ വലിയ നിർമ്മിതികൾ ഒരൊറ്റ നിമിഷം കൊണ്ട് നിലം പൊത്തി നിലംപരിശായി പോകുന്ന വലിയ കാഴ്ചകൾ. ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പേര് ഒരുപോലെ മണ്ണിനടിയിലേക്ക് പോകുന്നു. 153 മുകളിൽ അവിടെ മരണം റിപ്പോർട്ട് ചെയ്യുന്നു. ഇനിയും ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട് തുടങ്ങിയ ഒരുപാട് വലിയ ഭീതി ജനിപ്പിക്കുന്ന വാർത്തയാണ് നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാനിടയായത്. അപ്പോൾ ആ മ്യാൻമർ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഇന്ത്യയുടെ അതിർത്തി ഭാഗത്ത് വരുന്നതാണ്. ഇന്ത്യയുമായിട്ട് ഒരുപാട് അടുത്തുള്ളൊരു സ്ഥലമാണ് മ്യാൻമർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഉണ്ടായ ആ ഒരു ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും എത്തിയെന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയുടെ ആ ഒരു പ്ലേറ്റിൻ്റെ ഘടന കൂടെ നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സമീപഭാവിയിൽ നമ്മൾ പറയുന്നുണ്ട് ഇത്ര വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അന്ന് ഭൂമിയിൽ കാണില്ല എങ്കിൽ പോലും കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം ആഫ്രിക്കയുടെ ഒരു ഭൂഖണ്ഡം, അതായത് ആഫ്രിക്കയിൽ നിന്നുള്ള കുറേ സ്ഥലങ്ങൾ നമ്മുടെ ഭാഗത്തേക്ക് വരുന്നതും കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അത് വന്ന് ഇടിച്ചു കയറുമെന്നും അങ്ങനെ ഇവിടെ ഒരു വലിയ മല രൂപപ്പെടുമെന്നും ഒക്കെ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഭൂമിയിൽ വിള്ളലുകൾ ഉണ്ടായിട്ട് ആ വിള്ളലുകൾ നികത്താൻ പറ്റാത്ത രീതിയിൽ വലിയ 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 ഗർത്തങ്ങളായിട്ട് അകന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഇത്ര സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഇത്ര കുഞ്ഞ് ആ ഒരു മൈന്യൂട്ടായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. മെല്ലെ അത് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരും, ഇന്ത്യയിലോട്ട് വന്നിടിച്ച് കയറും എന്നൊക്കെ പറയപ്പെടുന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്ര വലിയ ഭൂകമ്പങ്ങളിൽ മനുഷ്യൻ വളരെ നിസ്സഹായനാണെന്നുള്ളതാണ്. ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയാവുന്ന അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായി തീരാൻ പോകുന്ന വലിയ മനക്കോട്ടകൾ കെട്ടി അതിന് മുകളിൽ ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ മനുഷ്യർ എത്ര നിസ്സാരനാണെന്നുള്ളത് പ്രകൃതി ഓർമ്മിപ്പിക്കുന്ന ഓരോ ചെറിയ നിമിഷങ്ങൾ കൂടിയാണ് ഇതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഒരു വലിയ ബിൽഡിംഗ് ആടി ഉലയുമ്പോൾ അതിൻ്റെ മുകളിൽ തിരയടിച്ച്, അതായത് അതിൻ്റെ വലിയ സ്വിമ്മിംഗ് പൂളുകളുള്ള ആ ഓരോ വലിയ ഫ്ലാറ്റുകളിലെ മുകളിൽ നിന്ന് ആ വെള്ളം താഴേക്ക് വീഴുന്ന വലിയ ആ ഒരു കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി. വലിയ ജനൽപ്പാളികൾ പോലത്തെ ചില്ല് പാളികൾ താഴേക്ക് വീഴുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഒരുപാട് വലിയ ബിൽഡിങ്ങുകൾ ഒരേപോലെ നിലം പൊത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ ഇങ്ങനെയാണ്. ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇനിയും ഒരുപാട് പേരെ കിട്ടാനുണ്ട്. നമ്മൾ ഈ ഒരു വിഷയത്തെ അവിടെ മാറ്റി വെച്ചുകൊണ്ട് ഭൂകമ്പം അല്ലെങ്കിൽ ഭൂചലനം എന്നാൽ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഭൂചലനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിക്ക് താഴെ വളരെ പ്ലേറ്റുകൾ പോലെയാണ് ഈ ഒരു ഭൂമിയുടെ സ്ട്രക്ചർ. കാരണം ഏറ്റവും അകത്ത് കോറെന്നും അതിന് മുകളിൽ മാൻഡിൽ എന്നും ഒക്കെ പറഞ്ഞിട്ട് അകത്ത് വലിയ തീയുള്ള സ്ഥലവും ആ തീയുടെ ചുറ്റും കുറച്ചുകൂടെ അതിനെയൊക്കെ കട്ടിയായത് അങ്ങനെയുള്ള രീതിയിലാണ് ഈ ഒരു ഭൂമി നിർമ്മിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭൂമി രൂപപ്പെട്ടിരിക്കുന്നത്. ഭൂമിക്കൊരു കുലുക്കമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ എൻ്റെയർ ഭൂമി കുലുങ്ങുകയല്ല. ഈ കുറച്ച്
കുറച്ച് ഭാഗങ്ങളിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ, അതായത് നമ്മുടെ ഭൂമിക്ക് അടിയിലായിട്ടുള്ള ടെക്ടോണിക് പ്ലേറ്റുകൾ, വലിയ ആ ഒരു പാറ പോലത്തെ അല്ലെങ്കിൽ ആ ഒരു പ്ലേറ്റുകൾ പോലെ അടുക്കി വെച്ചിരിക്കുന്ന പോലെയുള്ള ആ ഒരു സ്ഥാനങ്ങളിൽ അതിന് ഭംശമുണ്ടാകുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഫ്രിക്ഷൻ മൂലം ഉണ്ടാകുന്ന, ചിലപ്പോൾ അതൊന്ന് നിന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ മൂലം ഇടിച്ചു കയറുന്നതോ അല്ലെങ്കിൽ അനങ്ങിപ്പോകുന്നതോ ഒക്കെയുള്ള കാരണം കൊണ്ടാണ് ഭൂമി കുലുക്കം എന്നുള്ളത് പറയപ്പെടുന്നത്. കാരണം ഈ ഒരു ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രഷറുണ്ട്. കൂടാതെ ഇങ്ങനെയുള്ള സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രഷറുകളുണ്ട്. അപ്പോൾ അങ്ങനെ പ്രഷറുകളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാതെ ഈ പ്ലേറ്റുകൾ തമ്മിൽ കൂടിച്ചേരുന്നതും അല്ലെങ്കിൽ പ്ലേറ്റുകൾ തമ്മിൽ ഇടിച്ചു കയറുന്നതും അല്ലെങ്കിൽ പ്ലേറ്റുകൾ തമ്മിൽ നിരങ്ങി മാറുന്നതും ഒക്കെയാണ് ഈ ഭൂചലനമായിട്ടും ഭൂമിയുടെ വിള്ളലുകളുമൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത്. ഭൂചലനം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണക്കാക്കുന്നത് സീസ്മിക് തരംഗങ്ങൾ എന്നുള്ള രീതിയിലാണ്. സീസ്മിക് തരംഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് സീസ്മോളജിസ്റ്റുകൾ ആരാണെന്നോട് നമ്മൾ അറിയണം. സീസ്മോളജിസ്റ്റുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടലിലെ, അതായത് ഇങ്ങനെയുള്ള ഭൂകമ്പങ്ങളെയൊക്കെ പറ്റി പഠിക്കുന്ന അതിൻ്റെ ശാസ്ത്രജ്ഞനായിട്ടുള്ളവരാണ് സീസ്മോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ജിയോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയെ പറ്റി പഠിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരെ പറയുന്നതാണ് ജിയോളജിസ്റ്റുകൾ എന്ന്. പിന്നെ ആന്ത്രോപോളജിസ്റ്റ്, അങ്ങനെ ഒരുപാട് പഠനശാഖകൾ വേറെയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പഠനശാഖകൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ടായിരുന്നു. ഭൂമി പണ്ട് 2 ഭൂഖണ്ഡം മാത്രമായിട്ട് നിന്നിരുന്ന സമയമുണ്ടായിരുന്നു. പല പല ഭൂകമ്പങ്ങളും പല പല കൂടിച്ചേരലുകളും വിട്ടുമാറലുകളും ഒക്കെ കാരണം ഇപ്പോൾ പല പല ഭൂഖണ്ഡങ്ങളായിട്ട് മാറിയിരിക്കുന്നത്. അത് അവരെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള കല്ലുകളിലും ഒക്കെയുള്ള ഫോസിലുകളുണ്ട്. ജീവികളുടെയും ഒക്കെയുള്ള ഫോസിലുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്നതും ഒക്കെയുള്ള ഫോസിലുകൾ അവരെടുത്ത് പഠന വിധേയമാക്കുമ്പോൾ മറ്റ് രാജ്യങ്ങൾ, അതായത് ഇത്ര കിലോമീറ്ററുകൾ മാറി ഇന്ന് നമ്മൾ വേറൊരു ഭൂഖണ്ഡം എന്നുള്ള രീതിയിൽ കാണുന്ന രാജ്യങ്ങളിലെ ആ പാറകളിൽ പോലും സമാന്തരമായിട്ടുള്ള അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ആ ഒരു ജീവിവർഗത്തെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു ഫോസിലോ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ഒരുമിച്ചിരുന്നതാണെന്നും അവിടെ നിന്ന് മുറിഞ്ഞു പോയിട്ടുള്ളതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജിയോളജിസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഭൂഖണ്ഡങ്ങളെ പറ്റി പഠിക്കുന്നതും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് ആ ഒരു പ്ലേറ്റുകൾ വന്ന് ഇടിച്ചു കയറിയതിൻ്റെ ഫലമായിട്ടാണ് ശരിക്കും ഹിമാലയൻ മലനിരകൾ നമുക്ക് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഹിമാലയൻ മലനിരകളുടെ താഴ്വശത്തുള്ള ആ ഒരു പ്ലേറ്റുകളും അസ്ഥിരമാണെന്നും അത് അനങ്ങിക്കൊണ്ടിരിക്കാറുണ്ടെന്നും അതുകൊണ്ട് അവിടെ നിരന്തരമായിട്ട് ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവാറുണ്ടെന്നുമൊക്കെയാണ് പറയപ്പെടുന്നത്. തുടർന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. ജപ്പാൻ, ഇന്തോനേഷ്യ, സുമാത്ര പോലുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബാലൻസ്ഡ് അല്ലാത്ത രീതിയിലുള്ള പ്ലേറ്റുകളുണ്ട്. അവിടെ പ്ലേറ്റുകൾ എപ്പോഴും ചലനം വന്നുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് അവർ നിർമ്മിക്കുന്ന വീടുകൾ പോലും ഭൂകമ്പത്തിനെ ചെറുക്കാൻ ഇത്ര റിക്ടർ സ്കെയിലുള്ള ഭൂകമ്പത്തെ ചെറുക്കാൻ പോലും പാകമായിട്ടുള്ള വീടുകളാണ് അവർ നിർമ്മിക്കുന്നത് പോലും. കാരണം എപ്പോഴും അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവാനുള്ള സാധ്യത അവർ കാണുന്നുണ്ട്. സ്കൂളുകളിൽ പോലും അതിനെതിരെയുള്ള പ്രിക്കോഷൻസ് വരെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളും ഭൂമിയിലുണ്ട്. ഭൂചലനങ്ങളെ നമ്മൾ തരംതിരിക്കുന്നത് 0 മുതൽ 10 വരെയുള്ള തീവ്രതകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഭൂകമ്പമാപിനി മെഷീനുകളുടെ സഹായത്തോടെ നമ്മൾ അതിന് എത്രമാത്രം ഇത് കമ്പനമുള്ളതാണ്, എത്രമാത്രം പ്രകമ്പനം ഉള്ളതാണ് എന്നുള്ളത് കണക്കാക്കിയിട്ടാണ് ഭൂകമ്പത്തിൻ്റെ ആ ഒരു തോത് തീരുമാനിക്കുന്നത്. ചെറിയ കുലുക്കങ്ങൾ തൊട്ട് 10 വരെയുള്ള കുലുക്കങ്ങൾ വരെ വരാം. ശരിക്കും ചെറിയ കുലുക്കങ്ങൾ എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1, 2 തുടങ്ങിയ കുലുക്കങ്ങളൊന്നും വലുതായിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. അതൊക്കെ നിരന്തരമായിട്ട് ഉണ്ടാകുന്നുമുണ്ടാകാം. പക്ഷേ ഒരു 8, 9, 10 എന്നൊക്കെ പറയുമ്പോഴേക്കും അത് വലിയ വലിയ കുലുക്കങ്ങളെയാണ് ഭൂമിയിലേക്ക് പ്രദാനം ചെയ്യുന്നത് എന്നുള്ളതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. താഴെ കടലിനടിയിലും കണികാ പരീക്ഷണങ്ങളും ന്യൂക്ലിയർ വിക്ഷേപണങ്ങളും അങ്ങനെ ഇങ്ങനെ ഒരുപാട് പരിസ്ഥിതിക്ക് ആഘാതമാകുന്ന കുറേ പ്രവർത്തനങ്ങളും സൈന്യത്തിൻ്റെ ഭാഗമായിട്ടുമൊക്കെ രഹസ്യ പരീക്ഷണങ്ങളുമൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവാം. അതായത് മനുഷ്യനാൽ നിർമ്മിതമാകുന്ന ഭൂമികുലുക്കങ്ങളും ഉണ്ടാകാം. ഭൂമിക്ക് ആഘാതമേൽപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന പരീക്ഷണങ്ങളും അങ്ങനെയുള്ള കാരണങ്ങളാലും ഈ ഭൂമികുലുക്കങ്ങൾ ഉണ്ടാവാം. ഭൂമികുലുക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ടെക്ടോണിക് പ്ലേറ്റുകളിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ പോലും അവ ആ ഒരു ഭൂമിയുടെ ഘടനയെ തന്നെ മാറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് സാധനങ്ങൾ ആ ഒരു ദേശത്തിൻ്റെ ഘടനയെ തന്നെ മാറ്റുന്നുണ്ടാവാം. അപ്പോൾ ഒരു ഭൂമികുലുക്കം എന്നത് എത്രമാത്രം വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റിയിൽ, ആ ഒരു ഭൂമികുലുക്കം ഉണ്ടാകുന്ന പ്രദേശത്ത് നിലകൊള്ളുന്നത് എന്തൊക്കെയാണെന്നുള്ളതും അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന് ഏറ്റവും വലിയ പേടി സ്വപ്നമായിട്ട് മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു അണക്കെട്ടുണ്ട്. എല്ലാവരും പറയും മഴക്കാലത്ത് മാത്രമേ ഓർത്ത് വരത്തുള്ളൂ മുല്ലപ്പെരിയാർ എന്നുള്ളത്. പക്ഷേ ഞാൻ എന്നും പറയുന്നൊരു കാര്യമുണ്ട്. മുല്ലപ്പെരിയാർ എന്നും നമുക്കൊരു പേടി സ്വപ്നമാണ്. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ റിക്ടർ സ്കെയിലിൽ 6ന് മുകളിലുള്ള ഒരു ഭൂകമ്പത്തെ തടയാൻ പോലുമുള്ള ശേഷി മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു ഡാമിനില്ല. ഇപ്പോൾ അതായത് ഈ 7.7 എന്നുള്ളൊരു ഭൂകമ്പം കേരളത്തിന് അടുത്താണ് ഉണ്ടാകുന്നതെങ്കിൽ, കേരളത്തിൻ്റെ ആ ഒരു ഭാഗത്താണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളൊന്നും ഇന്ന് ഇല്ല എന്നുള്ളതാണ്.
എന്ന് പറഞ്ഞിട്ട് ഇത് വരുന്നില്ല അല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു എന്ന് നമുക്ക് പറയാനും കഴിയില്ല. കാരണം ഈ ഒരു പ്ലേറ്റ് ശരിക്കും നമ്മളുമായിട്ടുമൊക്കെ അടുത്ത് നിൽക്കുന്ന ആ ഒരു പ്ലേറ്റാണ്. അതായത് ഭൂമിയുടെ ഈ ഒരു വശങ്ങളിലുള്ള ആ ഒരു പ്ലേറ്റുകളെന്ന് പറഞ്ഞാൽ നമുക്കും നാളെ പ്രകമ്പനങ്ങൾ ഉണ്ടായേക്കാം, നമുക്കും നാളെ സുനാമികൾ ഉണ്ടായേക്കാം, കടൽ ഉൾവലിഞ്ഞേക്കാം, തിരിച്ചടിച്ചേക്കാം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭൂകമ്പം ഉണ്ടായി ഭൂമി കുലുങ്ങി കഴിഞ്ഞു എന്ന് പറയുന്നതിലുപരിയായിട്ട് ഇത്രമാത്രം പ്രത്യാഘാതങ്ങൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ ലൊക്കാലിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. കാരണം ഒരു ഭൂകമ്പത്തെ തുടർന്ന് സുനാമികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റ് കലാമിറ്റികൾ ഉണ്ടാവാം, ഉരുൾപൊട്ടലുകൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു ഭൂകമ്പത്തെ തുടർന്നുണ്ടാവാം. മിക്ക ഉരുൾപൊട്ടലുകളും ശരിക്കും ഭൂകമ്പത്തെ തുടർന്നൊക്കെയാണ് ഉണ്ടാകുന്നതെന്നാണ് പറയപ്പെടുന്നത്. സുനാമികൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. വെള്ളം വലിയ തോതിൽ കടലിലേക്ക് വലിച്ചെടുക്കുകയും തിരിച്ച് ഫോഴ്സിൽ കരയിലേക്ക് അടിച്ചു കയറുകയും ചെയ്യുന്ന പ്രതിഭാസമായിട്ട്. കാരണം ഈ ഒരു അനക്കത്തെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഭൂമിക്ക് അതല്ലാതെ വേറെ നിവൃത്തിയില്ലാതെ വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ശരിക്കും വളരെ പരിതാപകരമായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും അത് സേഫ് ആണെന്ന് പറഞ്ഞവർ പോലും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്രയും വലിയ ഭൂകമ്പത്തെ, അതായത് 6 റിക്ടർ സ്കെയിൽ 6ന് മുകളിലാണെന്ന് തോന്നുന്നു, അതിന് വലിയ ഭൂകമ്പത്തെ തടയാനുള്ള ശേഷി അതിനില്ല എന്ന് അവർ പോലും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു പ്രകമ്പനം നാളെ നമ്മുടെ ഭാഗത്തേക്ക് ഉണ്ടായാൽ ഇവിടുത്തെ അവസ്ഥ പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. ഭൂമിയുടെ അവസാനവുമൊക്കെ ആയിട്ട് ലേവ്യത്താൻ എന്നുള്ള സങ്കല്പവുമൊക്കെ ആയിട്ട് കടലിൽ നിന്നൊരു മീൻ വരുന്നുണ്ട്, ആ മീൻ കരയിലേക്ക് അടുക്കുന്നു, തിമിംഗലങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കടലിൽ നിന്ന് കിട്ടുന്ന സിഗ്നലുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജപ്പാൻകാർ, ചൈനക്കാർ ഒക്കെ വിശ്വസിക്കുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നു. യൂട്യൂബിൽ ഒരുപാട് വീഡിയോകൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയും ഇതുമായിട്ടൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ശരിയാവാം ഒരു പരിധി വരെ. കാരണം കടലിൻ്റെ അടിത്തട്ടിൽ എന്തോ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അത് ചിലപ്പോൾ ഒരു ഭൂമികുലുക്കമാവാം, ചിലപ്പോൾ ഒരു സുനാമി ആവാം, ചിലപ്പോൾ തുടർചലനങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശരിക്കും പ്രതീക്ഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ശക്തമായ ഭൂകമ്പത്തെ തടുക്കാനുള്ള ശേഷിയൊന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല. നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിലും അതിനെ തടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള വികസിത നഗരങ്ങളിലൊക്കെ വളരെ പ്രയാസമായിരിക്കും. 1960കളിൽ സദേൺ ചിലിയിൽ ഒക്കെ 9 വരെയുള്ള ഭൂകമ്പങ്ങൾ രേഖപ്പെടുത്തിയതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭൂകമ്പങ്ങൾ ശരിക്കും വരാതെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും വരാതെ ഇരിക്കട്ടെ. കാരണം ഇതൊന്നും നമുക്ക് നേരിട്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യങ്ങളല്ല. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ ഇതൊക്കെ നേരത്തെ അറിയാമെന്ന് ശരിക്കും പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. അവയ്ക്ക് നേരത്തെ സിഗ്നൽസ് കിട്ടും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാത്രം പെട്ടെന്ന് അത് തിരിച്ചറിയാൻ കഴിയത്തില്ല. അങ്ങനൊരു കാര്യവുമുണ്ട്. നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു റെസ്ക്യൂവിനോ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും വരാതെ ഇരിക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ പ്രത്യാശിക്കുന്നത്. കൂടാതെ നമ്മുടെ ഫോണിൽ ഇങ്ങനൊരു അലർട്ടിൻ്റെ സിസ്റ്റം ഉണ്ടെന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോൾ കാണുന്നുണ്ടായി. കാരണം ഒരുപാട് സിഗ്നൽ, അതായത് ഒരു ഫോണിന് ഇത്രമാത്രം ആ ഒരു ചലനങ്ങളെ തിരിച്ചറിയാനുള്ളതുണ്ട്. അപ്പോൾ ആ ഒരു ചലനത്തെ തിരിച്ചറിയുമ്പോൾ അത് ചെറിയൊരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്യുമെന്നും ആ ഏരിയയിൽ ഒരുപാട് ആൾക്കാരുടെ ഫോണിൽ നിന്ന് അതേ സിഗ്നൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു അലർട്ടായിട്ട് രൂപപ്പെടുമെന്നും നമ്മുടെ ഫോണിൽ എർത്ത് കേൾക്കുന്നുള്ള മെസ്സേജ് വരുമെന്നൊക്കെ പറയപ്പെടുന്ന വീഡിയോകളും ഞാൻ യൂട്യൂബിൽ കാണുകയുണ്ടായി. വാസ്തവം എത്രമാത്രമാണെന്ന് എനിക്കറിയില്ല, എങ്കിലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾ കാണാൻ വേണ്ടിയും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയും ശ്രമിക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.